നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 1.5 കോടി രൂപ ഡിപ്പോസിറ്റ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഇൻകം ടാക്സിൽ ഒരു പൈസ പോലും ടാക്സ് അടയ്ക്കും. കാരണം ഇൻകം ടാക്സ് പുതിയൊരു പ്രൊവിഷൻ ഉണ്ട് 44AD. നമ്മളെ പല ആളുകൾക്കും അറിയുന്നതാണ്. ഈ 44AD പ്രകാരം നിങ്ങളുടെ വന്ന വരവിന്റെ 8% മാത്രം നിങ്ങൾ എന്താക്കിയാൽ മതി, പ്രോഫിറ്റ് ആയിട്ട് കാണിച്ചാൽ മതി. ഈ 8% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 1.5 കോടിക്ക് ഏകദേശം 12 ലക്ഷം റുപ്യ. ഈ 2025-26 സാമ്പത്തിക വർഷത്തിൽ 12 ലക്ഷം റുപ്യക്ക് സീറോ ടാക്സ് ആണ്. അപ്പൊ അതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വരവ് ചെലവ് കണക്കുകളെ ഒരു ഓഡിറ്ററെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിപ്പിക്കേണ്ട. എന്താണ് പറയുക, ഇതിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ മാത്രം വെച്ചാണ് ഒരു ഓഡിറ്ററെ കൊണ്ട് ഓഡിറ്റ് ചെയ്യാനുള്ള എല്ലാവിധ ചെലവുകളും നിങ്ങൾക്ക് എന്താകാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ടാക്സ് ടിപ്പുകൾ നിങ്ങളുടെ ടാക്സ് കൺസൾട്ടന്റ് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടാകും. കാരണം അവർക്ക് സംബന്ധിച്ച് ഒരു 30,000-40,000 രൂപ ആ ഒരു വർഷത്തെ ഓഡിറ്റ് ഫീ ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻകം ടാക്സ് പറയുന്നു നിങ്ങൾ വെറും 8% പ്രോഫിറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത ആ വരവിനെ കുറിച്ച് ചോദിക്കാൻ ഞങ്ങൾ വരില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് 1.5 കോടി രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ട് എങ്കിലും നമുക്ക് സീറോ ടാക്സ് അടച്ച് ആ ട്രാൻസാക്ഷൻ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ക്ലോസ് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ ഒരു റിസ്ക് ഉണ്ട്. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് GST അട്രാക്ട് ചെയ്യുന്ന ഒന്നാണ് എങ്കിൽ GST രജിസ്ട്രേഷൻ എടുക്കാൻ നിർബന്ധിതമാവും. കാരണം നിങ്ങൾ ഓൾറെഡി ഇൻകം ടാക്സുകാരോട് പറയാണ് എനിക്ക് 12 ലക്ഷം റുപ്യ പ്രോഫിറ്റ് ഉണ്ട്, ഇത് 1.5 കോടിയുള്ള വിൽപ്പനയിൽ നിന്ന് വന്നതാണ്. ഈ 1.5 കോടിയുള്ള വിൽപ്പന GST ആക്ട് പ്രകാരം നിങ്ങളുടെ വിൽപ്പന 40 ലക്ഷം രൂപയിൽ കൂടുതലാവുകയും അതൊരു ടാക്സബിൾ ഗുഡ്സ് ആണ് എങ്കിൽ നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യസ്ഥരാകുകയും ചെയ്യും. ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഒരു ടാക്സ് കൺസൾട്ടന്റ് ആയിട്ട് ഒപ്പീനിയൻ എടുക്കണം. ഞാൻ 44AD ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് GSTയിൽ നിന്ന് എന്തെങ്കിലും നൂലാമാലകൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന്.